അപ്പോൾ സാറ് പിന്നെ ജോസഫ് സാർ അല്ലേ? ജോസഫ് മാത്യു എന്നല്ലേ പേര്? ശരി. കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ. ശരിക്കും കാസർഗോഡ് ജില്ലയിൽ അധ്യാപകനായിരുന്നു അല്ലേ? പിന്നെ ചെറുപുഴയും പാലാവേലും എന്ന് പറഞ്ഞ സ്ഥലമല്ലേ? അപ്പൊ അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. രണ്ട് ജില്ലയാണെന്ന് മാത്രമേ ഉള്ളൂ, ബോർഡറാണ്. അപ്പോൾ സാറിപ്പോ യൂറിൻ തെറാപ്പി ചെയ്തിട്ട് പല രോഗങ്ങളും മാറി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തൊക്കെ രോഗങ്ങളാണ് മാറി? അതിന്റെ സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ രോഗങ്ങൾ മാത്രം എന്തൊക്കെ രോഗങ്ങൾ ഇതിലൂടെ മാറിയിട്ടുണ്ട്? ഏതാണ്ട് 2010 മുമ്പ്, കൃത്യം വർഷം ഓർക്കുന്നില്ല, എന്റെ ഇയർ ബാലൻസ്, ചെവിയുടെ ബാലൻസ് നഷ്ടപ്പെട്ടു. ആ ചെവിയുടെ ബാലൻസ് നഷ്ടപ്പെട്ടിട്ട് അലോപ്പതി, ആയുർവേദം, മാഗ്നറ്റ് തെറാപ്പി ഇങ്ങനെ പലതും ചെയ്ത് നോക്കിയിട്ട് ഒരു രക്ഷയില്ല. കള്ളുകുടിയന്മാർ നടക്കുന്ന മാതിരിയാണ് നടക്കുന്നത്. ഭാരം ഒട്ടുമില്ല. റോഡിൽ കൂടി പോകുമ്പോൾ വാഹനത്തിന് മുമ്പിലേക്ക് തെറിച്ചു പോകുമെന്ന് പേടി. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഔഷധരഹിതമായ ഒത്തിരി തെറാപ്പി പഠിച്ച കൂട്ടത്തിൽ യൂറിൻ തെറാപ്പി പഠിച്ചിട്ടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, യൂറിൻ തെറാപ്പിയെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ, പഠിച്ചിട്ടില്ല. എന്നാൽ ഞാനൊരു പുസ്തകം തരാം. ഞാൻ ആ പുസ്തകം, നാരായണ മാസ്റ്റർ വിവർത്തനം ചെയ്ത പുസ്തകം വാങ്ങി വായിച്ചു. വായിച്ചതിന് ശേഷം ഞാൻ തൃശ്ശൂര് ഔഷധരഹിതമായ കുറേ ചികിത്സകൾ പഠിച്ച് ഡോക്ടറേറ്റ് എടുത്തതിന് ശേഷം അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ സേവനമാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഒരു പ്രതിഫലം പറ്റാത്ത. ആ സന്ദർഭത്തിലാണ് ഈ യൂറിൻ തെറാപ്പി ഞാൻ അവിടെ സ്വയം ചെയ്തു. അപ്പോൾ ഇത് ഇയർ ബാലൻസ് മാറാൻ എത്ര കാലം കൊണ്ട്? 45 ദിവസം കൊണ്ട് ഇയർ ബാലൻസ് മാറിക്കിട്ടി. പ്രശ്നം മാറി. വേലായുധൻ സാർ പറഞ്ഞ മാതിരി 3-4 ദിവസത്തേക്ക് ഞാൻ ഈ യൂറിനും ശുദ്ധജലവും മാത്രമേ കഴിച്ചുള്ളൂ. അത് കഴിഞ്ഞ് പച്ചക്കറികൾ വേവിക്കാത്തത് പറഞ്ഞ മാതിരി നമ്മുടെ പുസ്തകത്തിൽ അത് വിശദമായിട്ട് പറയുന്നുണ്ട്. കോവയ്ക്ക, വെണ്ടയ്ക്ക, പച്ചപ്പയർ, അതുപോലെ തന്നെ കക്കിരിക്ക, പപ്പയ, പേരയ്ക്ക, ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നത്. വാഴപ്പിണ്ടിയൊക്കെ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ സാധിക്കും. ഈ ഇയർ ബാലൻസിന്റെ പ്രശ്നം എത്ര കാലമായിട്ടുണ്ടായിരുന്ന? ഇയർ ബാലൻസിന്റെ പ്രശ്നം ഒരു 2 കൊല്ല കാലത്തേക്ക് ഉണ്ടായിരുന്നു. അതിന് വേറെ മരുന്നുകൾ കഴിച്ചു? വേറെ മരുന്നൊന്നും കാര്യമായിട്ട് കഴിച്ചു. അതിന് മുമ്പ് ഒന്നും ചെയ്തില്ല? ഒരു മരുന്നും കഴിച്ചിട്ടില്ല. ഇയർ ബാലൻസ് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തായിരുന്നു? വേറെ രണ്ടാമത് എനിക്കുണ്ടായിരുന്ന പ്രമേഹം കംപ്ലീറ്റ് മാറി. പ്രമേഹത്തിന് മരുന്ന് നേരത്തെ കഴിച്ചിരുന്നോ? ആയുർവേദ മരുന്നുകളൊക്കെ കഴിച്ചിരുന്നു, അല്ലാതെ വേറെ അലോപ്പത്തി ഒന്നും കഴിച്ചില്ല. അത് എത്ര വർഷമായിട്ടുണ്ടായിരുന്നു? പ്രമേഹം ഒരു 98 മുതൽ, 97ലാണ് ഞാൻ പെൻഷനാകുന്നത്. 98 മുതൽ പ്രമേഹം ഉണ്ടായിരുന്നു. ഇപ്പൊ 85 വയസ്സാണോ? ഇപ്പൊ 84 പൂർത്തിയാകാൻ പോകുന്നു. അടുത്ത ഒക്ടോബറിൽ 84 വയസ്സ് പൂർത്തിയാകും. അപ്പൊ പ്രമേഹവും എത്ര കാലം കൊണ്ട് യൂറിൻ തെറാപ്പിയിലൂടെ മാറിയിട്ടുണ്ടാവും? പ്രമേഹം ഒരു 2 വർഷത്തിന് കൊണ്ട് മാറിയിട്ടുള്ള പൂർണ്ണമായിട്ട്. എന്റെ കാലിലൊരു മുറിവുണ്ടായിരുന്നു, പഴുത്ത്. അതായത് നീര് വന്ന് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് 2 വിരൽ മുറിച്ച് കളഞ്ഞു. ആ വിരൽ മുറിച്ചതെല്ലാം ചീഞ്ഞ് നാറി സ്ഥലമൊക്കെ വലിച്ചിരുന്നതാണ്. അതൊക്കെ കംപ്ലീറ്റ് സുഖമായി. ഷുഗർ ഉണ്ടെങ്കിൽ അത് സുഖമായി മരിക്കുന്നിടം വരെ. ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് യൂറിൻ തെറാപ്പിയിലൂടെ. അതുകൂടാതെ പിന്നെ എനിക്ക് അറിയാതെ മൂത്രം പോകുമായിരുന്നു. അതും ഒരു 2 ആഴ്ചത്തെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. അതെ, പ്രോസ്റ്റേറ്റ് പ്രോബ്ലം. ആ കൂടുതൽ ഞാൻ മാഗ്നറ്റ് തെറാപ്പിയും കൂടെ, സെക്സ് സ്കാനർ എന്ന് പറഞ്ഞൊരു ഉപകരണമുണ്ട് മാഗ്നറ്റിന്റെ, അതും കൂടെ ഉപയോഗിച്ചു. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഇപ്പൊ ആ പ്രശ്നമില്ല. ഇല്ലില്ല. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം, ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വേലായുധൻ സാർ പറഞ്ഞ മാതിരി നരച്ച രോമങ്ങളൊക്കെ കറുത്തു പരിപൂർണമായിട്ട്. നമ്മൾ ഡൈ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് കറുത്തു, കരി അരിച്ചു തേച്ച മാതിരി. ഇപ്പോഴും നരച്ചിട്ട് തന്നെയാണല്ലോ ഉള്ളത്. അല്ല, തലയിലേ അല്ല, നമ്മുടെ ലൈംഗിക അവയവങ്ങളുടെ ചുറ്റുപാടുള്ളത്. അത് കണ്ടുകൊണ്ട് ഞാൻ തലയിൽ തേച്ച് ആഴ്ചയിൽ 1 ദിവസം, അതിന് കുറച്ചുകൂടെ വിപുലമാക്കണം. എല്ലാ ദിവസവും തേച്ച് കുളിക്കുന്ന രീതിയാക്കണം. അപ്പൊ ഇത്രയും
ഗുണങ്ങൾ യൂറിൻ തെറാപ്പിയിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഒരു നയ പൈസ ചിലവായിട്ടില്ല. അതൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ ഇന്നലെ ഞാൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് എന്നെ പോലെ കാലും മുറിച്ച് കോഴിക്കോട് ട്രീറ്റ്മെന്റിൽ കഴിയുന്നുണ്ട്. അയാളോട് ഈ യൂറിൻ തെറാപ്പിയെ പറ്റി വിശദമായിട്ട് പറയാനും ഇത് ചെയ്യാൻ ഉള്ള ഉത്തേജനം കൊടുക്കാനും വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ അവിടെ വന്ന് കോഴിക്കോട് പോയി അവിടെ താമസിച്ച് അയാൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് എന്റെ കാലും ഭംഗിയായിട്ട് കാണിച്ചു കൊടുത്തു. അതിനുശേഷമാണ് ഈ ക്ലാസ്സിലേക്ക് ഇന്ന് വന്നത് അല്ലേ? അത് കഴിഞ്ഞ് ക്ലാസ്സും അറ്റൻഡ് ചെയ്യണം. കൂടുതൽ വിവരങ്ങൾ കിട്ടുമെങ്കിൽ അറിയണം. ഓക്കെ ശരിയാണ്.